അസ്സലാമലൈക്കും. അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് സൃഷ്ടാവുമായി ബന്ധപ്പെട്ട സ്വപ്നവാക്യാനത്തെ കുറിച്ചിട്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സൃഷ്ടാവിനെ കണ്ടെത്തുക എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് സൃഷ്ടാവിൻ്റെ കാരുണ്യം, സഹായം, അനുഗ്രഹം അത് മാത്രമേ നമ്മൾ ഓരോ നിമിഷവും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജനിച്ചതിന് ശേഷം മരണം വരെ നമ്മൾ സൃഷ്ടാവിനെ നമ്മൾ ഒരിക്കലും കാണുന്നില്ല. പക്ഷേ സ്വപ്നത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മരിക്കുന്നതിന് മുന്നേ ഒരിക്കലെങ്കിലും നമുക്ക് കാണണ്ടേ നമ്മൾ സൃഷ്ടാവിനെ? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? പക്ഷെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്ത രീതിയിൽ ഒരുപാട് മാറ്റം വരുത്തേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക. കാരണം ഹൃദയത്തിലേക്കാണ് നമ്മൾ സൃഷ്ടാവ് നമ്മളെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും കഴുകി കളയുക. മറ്റൊന്ന്, സൽസ്വഭാവിയായിട്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും സ്വർഗം നരകം നിഷിദ്ധമാക്കിയവരിൽപ്പെട്ടവരാണ് സൽസ്വഭാവി എന്ന് പറയുന്നത്. നല്ല കർമ്മങ്ങൾ നമ്മൾ അധികരിപ്പിക്കുക. സത്യം പറയുന്നവരിൽ നമ്മൾ ഉൾപ്പെടുക. കാരണം ഏറ്റവും കൂടുതൽ സത്യം പറയുന്നവരാണ് ഏറ്റവും നല്ല സ്വപ്നം കാണുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തഹജ്ജുദ് നിസ്കരിക്കുക. കാരണം തഹജ്ജുദ് നിസ്കരിക്കുന്നവർ തീർച്ചയായിട്ടും സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരെ നിസ്കരിക്കാത്തവർ ഇന്ന് മുതലെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് തുടങ്ങുക. കാരണം നമുക്ക് ഏറ്റവും നല്ല സ്വപ്നം കാണുന്നതും തഹജ്ജുദ് നിസ്കരിക്കുന്നവർ തന്നെയാണ്. പിന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ വുളൂ ചെയ്തിട്ട് നല്ല ശുദ്ധിയോടുകൂടി നല്ല ഭക്തിയോടുകൂടിയും കൂടുതൽ ഹറാമൊന്നും കാണാത്ത രീതിയിൽ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല സ്വപ്നങ്ങൾ കാണാൻ സാധിക്കും. മറ്റൊന്ന്, സൃഷ്ടാവുമായി ബന്ധപ്പെട്ട സ്വപ്നം എങ്ങനെയാണ് നമ്മൾ കാണുക എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുമായി ബന്ധപ്പെട്ട ഏത് സ്വപ്നമാണെങ്കിലും ആകാശ കാഴ്ചകളിലാണ് നമ്മൾ കാണുക. സൃഷ്ടാവ് നമ്മൾ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു പ്രകാശം നമ്മളിൽ വന്ന് പതിക്കുന്നതായിട്ടാവും നമ്മൾ കാണുക. മറ്റൊന്ന്, അള്ളാഹ് എന്നുള്ള അറബിക് നാമങ്ങൾ നമുക്ക് പല തവണയും പല രീതിയിൽ നമുക്ക് ആകാശത്ത് മുദ്ര ചെയ്തിട്ട് കാണിച്ചു തരും. പിന്നെ അറബിക് ലാംഗ്വേജിൽ നമ്മോട് എന്താണോ പറയുന്നത് എഴുതിയിട്ട് കാണിച്ചു തരും. നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് പ്രകാശത്തിൽ വരയ്ക്കുന്നത് പോലെ വരച്ചിട്ട് നമുക്ക് കാണിച്ചു തരും. ഉദാഹരണം, ഒരു വിവാഹത്തിനെ പറ്റിയിട്ടാണ് നമ്മോട് ലവ് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആകാശ കാഴ്ചകളിൽ പ്രകാശത്തിൽ ആ ഒരു വധുവിനെ വരനെ ആ ഒരു കാര്യങ്ങൾ വരച്ചിട്ട് കാണിച്ചു തരും. നേരെ അതേ സമയം തന്നെ ആ ഒരു വിവാഹം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചിട്ട് തരും. അപ്പോൾ രണ്ട് രീതിയിൽ ഒരേ സമയം നമുക്ക് കാണിച്ചു തരും. മറ്റൊന്ന്, അശരീരിയായിട്ട് നമുക്ക് ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ എപ്പോൾ എങ്ങനെ കിടക്കുകയാണെങ്കിലും നമ്മൾ അള്ളാഹുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ഓൾറെഡി ആകാശത്തോട്ട് മുഖം തിരിച്ചിട്ടായിരിക്കും നമ്മൾ കിടക്കുക. പിന്നെ സൂറ നൂർ 34 വചനം പറയുന്നത് പോലെ നമുക്ക് ചെറിയ രീതിയിൽ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ 34 വചനം എന്താ പറയുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാലേ നമുക്കത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മുടെ ഗ്രന്ഥങ്ങളിലും നമ്മുടെ യൂട്യൂബിലൊക്കെ നമുക്ക് കാണാം അള്ളാഹുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്താണെന്നുള്ളത്. പിന്നെ നമുക്കത് നോക്കാം. അള്ളാഹുവിൻ്റെ പ്രകാശം സ്വപ്നം കണ്ടാൽ കാണുന്ന വ്യക്തിക്ക് പലവിധ ഗുണങ്ങളും വന്നു ചേരുമെന്നാണ്. ആലിമീങ്ങളാണെങ്കിൽ അധികാര സ്ഥാനങ്ങൾ ലഭിക്കുന്നതാണ്. അള്ളാഹുവിനെ നല്ല പോലെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അവന് ദുനിയാവിൽ ആദരണീയനായി തീരുകയും പരലോകത്ത് സ്വർഗം ലഭിക്കും എന്നതാണ്. അള്ളാഹു തൃപ്തിയോടും ഇഷ്ടത്തോടും കൂടി ദർശനം തരുന്നത് കണ്ടു കഴിഞ്ഞാൽ സർവ്വരക്ഷിതാവിൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒന്നിക്കാനും അവിടെ വെച്ച് അള്ളാഹുവിനെ നമുക്ക് കാണാനും സാധിക്കുമെന്നാണ്. അവൻ അനുഗ്രഹിക്കുന്നതായിട്ട് കണ്ടാലോ അവൻ അനുഗ്രഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുമെന്നാണ്. അത്തരം സ്വപ്നം കാണുന്നത് പുണ്യവാന്മാരാണെന്നാണ് പറയുന്നത്. അള്ളാഹു വിലക്കിയോ അധിക്ഷേപിച്ചോ താക്കീതായോ അള്ളാഹു സംസാരിച്ചത് കണ്ടാൽ അവൻ പാപിയും ദൈവനിഷേധിയുമാണെന്നാണ്. ഉടനെ പശ്ചാത്തപിച്ചു മടങ്ങാനാണ് പറയുന്നത്. അള്ളാഹു ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ജനവിഭാഗങ്ങളിൽ ഇറങ്ങുന്നതായിട്ട് കാണുകയാണെങ്കിൽ ആ ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഗ്രാമം, പട്ടണമൊക്കെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യം കൊണ്ട് കളിയാടുന്നതാണ്. ആ സ്ഥലക്കാർക്ക് നന്മകൾ വരും, അതേപോലെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ ഇത്തരം സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നത് നമ്മൾ പറയുന്നുണ്ട് അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് എന്നും വരുന്നൊരു സമയമുണ്ടെന്ന്. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കാം നമ്മൾ അള്ളാഹുമായിട്ടുള്ള സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് അത്തരം സ്വപ്നങ്ങൾ കാണാനും നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോവുക വേണം. എന്നാലും നമുക്ക് നല്ല സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇനി എൻ്റെ വീഡിയോസ് വോയിസ് നിങ്ങൾ കേൾക്കുക. എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കണമെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അസ്സലാമു അലൈക്കും.